പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് 5ാം ക്ലാസ്സിലെ പൊതുപരീക്ഷ താരീഖ്, അഖലാഖ് എന്നീ രണ്ട് വിഷയങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ രൂപത്തിലാണ് പ്രധാനമായും ചോദ്യങ്ങൾ വരിക എന്നതിനെ കുറിച്ചാണ്. ആദ്യമായി നമ്മൾ പരിചയപ്പെടുന്നത് 2 വർഷം മുന്നേ താരീഖ്, അഖലാഖ് പരീക്ഷയ്ക്ക് ഏത് രൂപത്തിലാണ് ചോദ്യം വന്നത്, ആ ചോദ്യത്തിൻ്റെ ആൻസർ ഏത് രൂപത്തിലാണ് എന്നതിനെ കുറിച്ചാണ്. നമ്മൾക്ക് നേരെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. യോജിപ്പിക്കാം. ബ്രാക്കറ്റിൽ ഇഖ്ലാസ്, ഭയം, ചെറിയവരെ സ്നേഹിക്കൽ, കോപം, സംസാരം, കളവ് പറയൽ, തഖ്വ എന്നിങ്ങനെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ സൽ സ്വഭാവത്തിൽ പെട്ടതാണ് ചെറിയവരെ സ്നേഹിക്കൽ. 2, അമല് കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. 3, മനസ്സിൻ്റെ രോഗമാണ് കോപം. 4, ആദ്യം ചിന്ത പിന്നെ സംസാരം. 5, അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് ഭയം. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു. രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ശരി അടയാളപ്പെടുത്താനാണ്. ഒന്നാമത്തെ ചോദ്യം, അള്ളാഹു അല്ലാത്തവരോട് വേവലാതി പറയാതിരിക്കൽ. ബ്രാക്കറ്റിൽ 3 ഉണ്ട് കള്ളിയിലായിട്ടുള്ളത്. ഏതാണോ ശരി അതിൻ്റെ മേൽ ടിക്കറ്റ് കൊടുക്കുക. ക്ഷമ, ലജ്ജ, ഇഖ്ലാസ്. ക്ഷമയാണ്. 2, വൻദോഷങ്ങളിൽ പെട്ടതാണ് കരയൽ. ശരിക്കത്ത് എന്ന് പറഞ്ഞാൽ മോഷണം, അതുപോലെ തന്നെ പൊട്ടിച്ചിരിക്കൽ മോഷണമാണ്. 3, കൊലയാളിയുടെ ഇഹലോക ശിക്ഷ എന്താണ്? കൈമുറിക്കൽ, ജയില്, കൊല, അവനെ കൊല്ലുക എന്നതാണ്. 4, ഏറ്റവും അധികം നരകത്തിൽ എത്തിക്കുന്ന അവയവം ഏതാണ്? കണ്ണുണ്ട്, നാവുണ്ട്, കൽബുണ്ട്. നാവാണ്. 5, പരലോകത്ത് ആദ്യം വിധി പറയപ്പെടുന്ന കുറ്റം ഏതാണ്? സിനാറ, വ്യഭിചാരം. ശരിക്കത്ത് മോഷണം, കത്തില്, കൊലയാണ്. അടുത്തത് 3, ഉത്തരം എഴുതാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 8 ചോദ്യങ്ങളുണ്ട്. ഇത് 2 തവണ നമ്മൾ കേട്ടാൽ തന്നെ മതി, നമുക്ക് പരീക്ഷ ഹാളിൽ ഓർമ്മ വരും. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. നോമ്പുകാരനായി ഷഹീദായ സ്വഹാബി ആരാണ്? ജാഫർ റളിയല്ലാഹു അൻഹു. 2, ഖൈബറിൽ എത്ര പേർ ഷഹീദായി? 15 പേർ. 3, ഖന്തക്ക് യുദ്ധത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? അഹ്സാബ്. 4, ഉഹുദിൽ പതാക വഹിച്ചിരുന്നത് ആരാണ്? മുസ്അബ് ബിൻ ഉമൈർ. 5, ബദറിൽ മുസ്ലിമീങ്ങൾക്ക് എത്ര ഒട്ടകമുണ്ടായിരുന്നു? 70 ഒട്ടകം. 6, ഒസുവത്ത് എന്നാൽ എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പങ്കെടുത്ത യുദ്ധത്തിനാണ് ഒസുവത്ത് എന്ന് പറയുന്നത്. 7, പുരുഷന് സ്വർണം ഉപയോഗിക്കുന്നതിൻ്റെ വിധി എന്ത്? ഹറാം. 8, നല്ല കൂട്ടുകാരനെ നബി ഉപമിച്ചു ആരോട്? കസ്തൂരി വാഹകനോട്. അല്പം വേഗത്തിൽ വായിക്കുന്നത് വീഡിയോയുടെ ദൈർഘ്യം അല്പം കുറക്കാനും മാത്രമല്ല ഇതൊക്കെ എളുപ്പമുള്ള ചോദ്യമായതുകൊണ്ടുമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് ഇതിൻ്റെ ഇടയിൽ വെച്ച് പറയുകയാണ്. നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സബ്സ്ക്രൈബും കമൻറ്റുമാണ്. 4മത്തെ ചോദ്യം നോക്കാം, വ്യക്തമാക്കാനാണ്. ഒന്നാമത്തെ ചോദ്യം, പുരുഷന് സുന്നത്തായ വസ്ത്രം ഏതാണ്? വെള്ള വസ്ത്രം, തലപ്പാവ്, കമീസ്. 2, ലജ്ജ എന്തിൻ്റെ ബാഹ്യ പ്രകടനമാണ്? അള്ളാഹുവിനോടുള്ള ഭയത്തിൻ്റെയും ഈമാനിൻ്റെയും. 3, ഹുദൈബിയ കരാർ മൂലം മുസ്ലിമീങ്ങൾക്കുണ്ടായ നേട്ടങ്ങൾ. നിർഭയം. അതേപ്രകാരം തന്നെ ഖുറൈശികളുമായി ഇടകലരാനും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും കഴിഞ്ഞു. 4, തബൂക്കിൽ യുദ്ധം വേണ്ടി വരാതിരിക്കാൻ കാരണം റോമൻ ഭരണാധികാരി സന്ധിക്ക് തയ്യാറായതാണ്. 5, വിശ്വാസപരമായ 2 ത്വരീക്കത്ത്. ഒന്ന് അശ്ശരി, മറ്റൊന്ന് മാതുരിയാണ്. കർമ്മപരമായി നമുക്ക് 4 മദ്ഹബുണ്ട്. അതിൻ്റെ എതിരായി വരുന്നതാണ് വിശ്വാസപരമായിട്ടുള്ള ത്വരീക്കത്ത്, അശ്ശരിയും മാതുരിയും. ഇനി നമ്മൾ 5മത്തെ ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ സാരം എഴുതാനാണ്. ഈ കൊടുത്തിരിക്കുന്ന അറബിയുടെ അർത്ഥമാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ നോക്കൂ. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത്ത് മിൻ ഖബലിഹി റുസുൽ. മുഹമ്മദ് നബി ഒരു പ്രവാചകൻ മാത്രമാണ്. നബിയുടെ മുമ്പ് പല പ്രവാചകന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ട്. 2, ജാൽ ഹഖു വ സഹഖൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂക്ക. സത്യം വന്നു, അസത്യം നശിച്ചു, നിശ്ചയം അസത്യം നശിക്കുന്നതാണ്. 3, ഖാലിഖിന്നാസ ബി ഖുലുഖിൻ ഹസനിൻ. മനുഷ്യരോട് നീ സൽ സ്വഭാവത്തിൽ പെരുമാറുക. 4, ലാ യസിനി സാനി ഹിന യസിനി വഹുവ മുഅ്മിൻ. യഥാർത്ഥ മുഅ്മിനായ നിലയിൽ ഒരാളും വ്യഭിചാരം നടത്തുകയില്ല. ഈ ഒരു ചോദ്യം അല്പം പ്രയാസമുള്ളതാണെങ്കിലും നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. ഇത് വരികയാണെങ്കിൽ നമ്മൾ അറിയാണ്ടായി പോകരുത്. അതിൻ്റെ അറബിയും അർത്ഥവും നമ്മൾ കൃത്യമായി പഠിച്ചു വെക്കുക. 6മത്തേത് നോക്കാം, പൂരിപ്പിക്കാം. 1, ലാ ഈമാന ഡാഷ് ലഹു. ലാ ഈമാന ലിമല്ല ഹയ അലഹു. 2, അല്ലി
ലഅൽഖാകും ബഅദ ആമി ഹാദാ. മൂന്നാമത്തത് മൻ കാന യഅബുദു ഡാഷ് മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത. ഇങ്ങനെയാണത് പൂരിപ്പിക്കേണ്ടത്. ഏഴാമത്തത് നോക്കൂ, ഇവയുടെ കൊല്ലവും മാസവും എഴുതാം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പനി ബാധിച്ചു ഹിജറ 11 സഫർ മാസത്തിൽ. 2, ഹജ്ജത്തുൽ വിദാഇന് മക്കയിലേക്ക് പുറപ്പെടുന്നു ഹിജറ 10 ദുൽഖഅദ മാസം. മൂന്നാമത്തത് മക്ക വിജയം ഹിജറ 8 റമളാനിലാണ്. അപ്പോൾ ഇതും നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതാണ് ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പർ. ഇനി നമുക്ക് മറ്റൊരു പരീക്ഷ പേപ്പർ നോക്കാം. ഈ ഒരു പരീക്ഷ പേപ്പറിൻ്റെ തുടക്കത്തിലും ഇങ്ങനെ ചേർത്ത് എഴുതാനുള്ള മോഡൽ ക്വസ്റ്റ്യനാണ്. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ഒസുവത്ത്, അഹ്സാബ്, ആത്മരക്ഷ, ജബലുർ റുമാത്ത്, ബനു ഖുറൈള ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, ഇസ്ലാമിക യുദ്ധങ്ങളുടെ ഉദ്ദേശം എന്താണ്? ആത്മരക്ഷയാണ്. രണ്ടാമത്തെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുത്ത യുദ്ധത്തിന് പറയും ഒസുവത്ത്. ഇത് കഴിഞ്ഞ പേപ്പറിലുണ്ടത്. മൂന്നാമത്തത്, മദീനയിലെ ജൂതഗോത്രമായിരുന്നു ബനു ഖുറൈള. നാലാമത്തെ ചോദ്യം, മുഹദിൽ അമ്പെയ്ത്തുകാരെ നിർത്തിയ സ്ഥലം ജബലുർ റുമാത്ത്. അഞ്ചാമത്തത്, ഖന്തക്ക് യുദ്ധത്തിൻ്റെ മറ്റൊരു പേര് അഹ്സാബ്. ഈ ഒരു ചോദ്യം തന്നെ കഴിഞ്ഞ പേപ്പറിലുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയങ്ങൾ പ്രധാനമായും നമ്മൾ നോട്ട് ചെയ്യുക. ഇത് രണ്ടും കേൾക്കുന്നതിനോടുകൂടെ ഏറെക്കുറെ ഇതിൽ രണ്ടും ചോദിച്ചത് തന്നെ ആയിരിക്കും ഒന്നാമത്തെ താരീഖ് അഖലാഖ് ചോദ്യത്തിൽ വരിക. കഴിഞ്ഞ പേപ്പർ പോലെ തന്നെ ഇതിലും രണ്ടാമത്തെ ചോദ്യം ശരി അടയാളപ്പെടുത്താനാണ്. 3 കൊടുത്തിട്ടുണ്ട്. ശരിയായത് നമ്മൾ ടിക്കറ്റ് കൊടുത്താൽ മതി. ഖൈബറിൽ മുസ്ലിം സേനയുടെ നേതൃത്വം വഹിച്ചത് ഖാലിദ് അലി റളിയല്ലാഹു അൻഹു, മുആവിയ അലി റളിയല്ലാഹു അൻഹു ആണ്. 2, മക്ക വിജയം നടന്ന മാസം ഏതാണ്? മുഹറം, സഫർ, റമളാൻ മാസമാണ്. മൂന്നാമത്തത്, ഹവാസിൻ സഖീഫ് ഗോത്രക്കാരുടെ കേന്ദ്രമായിരുന്നു ത്വായിഫ്, ഹുദൈബിയ, മിസ്ർ, ത്വായിഫാണ്. നാലാമത്തത്, റോമൻ സൈന്യത്തിനെ പരാജയപ്പെടുത്തിയ നായകൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, ജാഫർ റളിയല്ലാഹു അൻഹു, ഖാലിദ് റളിയല്ലാഹു അൻഹു ആണ് ശരി. അഞ്ചാമത്തത്, സമൂദ് ഗോത്രത്തെ അള്ളാഹു ശിക്ഷിച്ച പ്രദേശം ഏതാണ്? ഹിജ്റുണ്ട്, ത്വായിഫുണ്ട്, ഷാമുണ്ട്. ഹിജ്റാണ് ശരിയായിട്ടുള്ളത്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. യോജിപ്പിക്കാനാണ്. ഡിസോർഡറായിട്ട് ഇപ്പുറത്ത് നൽകിയത് നമുക്ക് വായിക്കാം. തബൂക്ക് ഉണ്ട്, മുഹമ്മദ് ബിൻ ഇദ്രീസ് ഉണ്ട്, അൽ മാതുരി ഉണ്ട്, ജേറാനയുണ്ട്, മൂത്തത്തുണ്ട്. ഇതിൻ്റെ സെൻട്രലിൽ ഈ ചോദ്യത്തിനോട് യോജിച്ച് വരുന്നത് ഏതാണോ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്താൽ മതി. ഒന്നാമത്തെ ചോദ്യം വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തോയിഫിൽ നിന്ന് മടങ്ങി ഉംറക്ക് ഇഹ്റാം ചെയ്ത സ്ഥലം ഏതാണ്? ജേറാനയാണ് അതിൻ്റെ ഉത്തരം. 2, ഷാമിൽപ്പെട്ട സ്ഥലമാണ് ഏത്? മൂത്തത്ത്. മൂന്നാമത്തത്, റോമൻ ചക്രവർത്തി സന്ധിക്ക് തയ്യാറായ സ്ഥലം ഏതാണ്? തബൂക്കാണ്. നാലാമത്തത്, ഷാഫി മദ്ഹബിൻ്റെ ഇമാമ് മുഹമ്മദ് ബിൻ ഇദ്രീസ് എന്നിവരാണ്. അഞ്ചാമത്തത്, അബൂ മൻസൂർ മുഹമ്മദ് അൽ മാതുരി എന്നിവരാണ്. അപ്പോൾ ഇങ്ങനെയാണ് അതിനെ ക്രമാതീതമായി എഴുതി കൊടുക്കേണ്ടത്. അടുത്ത ചോദ്യം നോക്ക്. ബ്രാക്കറ്റിൽ നിന്ന് പൂർത്തിയാക്കാനാണ്. ബ്രാക്കറ്റ് നോക്കാദ്യം. കബുലിഹി മുഹമ്മദുൻ ഖദ്, ഒമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത്ത് മിൻ ഖബുലിഹി അർ-റുസുലു. ഇങ്ങനെ അതിനെ ക്രമപ്പെടുത്തി പൂരിപ്പിക്കുക. അടുത്തതിൽ ആമിനുൻ എന്നുണ്ട്, സുഫിയാന എന്നുണ്ട്, അൽ മസ്ജിദ എന്നുണ്ട്. മൻ ദഖല ദാർ അബി സുഫിയാന ഫഹുവ ആമിനുൻ, ഒമൻ ദഖലൽ മസ്ജിദ ഫഹുവ ആമിനുൻ എന്നിങ്ങനെ നമ്മളതിനെ ക്രമപ്പെടുത്തി കൊടുക്കണം. അടുത്ത ചോദ്യം അഞ്ചാമത്തത്, തൗബ സ്വീകരിക്കാനുള്ള നിബന്ധനകൾ എന്തെല്ലാം? ചെയ്ത ദോഷങ്ങളുടെ പേരിൽ ഖേദിക്കുക, ദോഷങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, തെറ്റിലേക്ക് ഒരിക്കലും മടങ്ങില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യുക, മനുഷ്യരുടെ ഹക്കുകൾ അഥവാ ഇടപാടുകളിൽ നിന്ന് ഒഴിവാക്കുക. ഇതാണ് തൗബ സ്വീകരിക്കാനുള്ള നിബന്ധനകൾ. ആറാമത്തെ ചോദ്യം നോക്കാം. ഒറ്റ വാക്കിൽ എഴുതാം. അപ്പോൾ ഒറ്റ വാക്കിൽ എഴുതാം എന്നുള്ള ചോദ്യത്തിന് നമ്മൾ കൂടുതൽ എഴുതണ്ട, ചെറിയ പോയിൻ്റ് ഉണ്ടാവും, അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. 1, ചീത്ത കാര്യങ്ങളെ മായ്ച്ചു കളയുന്നതാണ് നന്മ. 2, അമലുകൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കൽ ഇഖ്ലാസ്. 3, നന്നായാൽ ശരീരം മുഴുവൻ നന്നാകുന്നു ഒന്നാണ് കൽബ്. 4, മനുഷ്യരുടെ അധികവും നരകത്തിൽ എത്തിക്കുന്ന അവയവമാണ് നാവ്. 5, കൽപ്പിച്ചത് ചെയ്യാനും നിരോധിച്ചത് ചെയ്യാതിരിക്കാനും ആവശ്യമാണ് ക്ഷമ. 7ാമത്തത് വായിക്കാം, വ്യക്തമാക്കാനാണ്. ഫാത്തിമ ബീവിയുടെ വസിയത്ത്. എൻ്റെ മയ്യത്തിനെ പൊതുജനം കാണാത്ത രൂപത്തിൽ കൊണ്ടുപോകണം. എൻ്റെ ശാരീരാകാരം മരണശേഷവും അന്യപുരുഷന്മാർ കാണാനിടവരരുത്. 2, വിപത്തുകൾ സംഭവിച്ചാൽ പറയേണ്ടത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
3. വസ്ത്രം അണിയുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ചവർ. സ്ത്രീവേഷമണിയുന്ന പുരുഷനെയും പുരുഷവേഷമണിയുന്ന സ്ത്രീയെയും. ഇത് ഇമ്പോർട്ടൻ്റായ ചോദ്യമാണ്, നമ്മളൊക്കെ ഓർത്തു വെക്കുക. 8ാമത്തെ ചോദ്യം നോക്കാം. അർത്ഥം എഴുതാനാണ്. 1ാമത്തെ ചോദ്യം അഫല അക്കൂന അബുദൻ ഷക്കൂറ, ഞാൻ നന്ദിയുള്ള ഒരു അടിമ ആകേണ്ടതില്ലയോ എന്നതാണ് അതിൻ്റെ സാരം. 2. ഇന്നല്ലാഹു യഖ്ബലു തൗബത്തൽ അബ്ദി മാലം യുഗറിർ, റൂഹ് തൊണ്ടക്കുഴിയിൽ എത്താത്ത കാലത്തോളം നിശ്ചയം അടിമയുടെ തൗബ അള്ളാഹു താല സ്വീകരിക്കും. അപ്പോൾ തൊണ്ടക്കുഴിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്വീകരിക്കൂല. 9. ഉത്തരം എഴുതാം. 1. കസ്തൂരി വഹിക്കുന്നവരോടും ഉലയിൽ ഊതുന്നവരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയാണ് ഉപമിച്ചത്? നല്ല സഹവാസിയും ചീത്ത സഹവാസിയും. 2. ശുക്ർ എന്നാൽ എന്ത്? ഗുണം ചെയ്തവന് നന്ദി പ്രകടിപ്പിക്കുക, അതാണ് ശുക്ർ. 3. കൊല്ലപ്പെട്ടവനും നരകത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം എന്ത്? അവൻ തൻ്റെ സഹോദരനെ വധിക്കാൻ ആഗ്രഹിച്ചവനായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഈ 2 പരീക്ഷാ പേപ്പർ ആൻസർ സഹിതം പരിചയപ്പെടുന്നതിലൂടെ അഖ്ലാഖ് താരീഖ് 5ാം ക്ലാസ് പരീക്ഷയ്ക്ക് ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഐഡിയ നമുക്ക് ലഭിച്ചു. ഇതിനെ മാത്രം ആശ്രയിച്ചിരിക്കാതെ മറ്റു പാഠങ്ങളൊക്കെ നന്നായി പഠിക്കുക. പ്രത്യേകിച്ച് ചോദ്യം വരുന്ന അവസാനത്തെ പാഠം നന്നായി പഠിക്കുക. ടോപ്പ് പ്ലസും അതേ പ്രകാരം തന്നെ മറ്റു ഉന്നത മാർക്കൊക്കെ ഡിസ്റ്റൻസും ആഗ്രഹിക്കുന്ന ആളുകൾ പുസ്തകത്തിൻ്റെ കിതാബിൻ്റെ എല്ലാ ഭാഗങ്ങളും അരിച്ച് പൊറുക്കി പഠിക്കുക. ഇൻഷാ അല്ലാഹു തആല എല്ലാവർക്കും നല്ല ഖൈറായ ഉന്നത വിജയം നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണമേ എന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്.